ആസ്ട്രോ ഹീലിംഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇപ്പോഴ് ജീവിതത്തിൽ തകർച്ച, നഷ്ടബോധം, ഉത്കണ്ഠ ഇവയിലൂടെ കടന്നു പോവുകയാണോ അല്ലെങ്കിൽ അനുഭവിക്കുന്നുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഡിവൈൻ അയച്ചു തന്നതാണെന്ന് കരുതുക. ആദ്യം നമുക്ക് ഒരു കഥ പറഞ്ഞു തുടങ്ങാം. ഒരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം കൊട്ടാരത്തിലെ ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ശക്തമായിട്ടുള്ള ഒരു കാറ്റ് വീശി. ആ കാറ്റില് ഒരു വലിയ ജനല് ആഞ്ഞടിച്ചു. അതിനിടയില് രാജാവിന്റെ ഒരു വിരൽ പെട്ടു പോവുകയും ഒരു വിരല് മുറിഞ്ഞു പോവുകയും ചെയ്തു. ഗ്രാമം മുഴുവനും രാജാവിന് പറ്റിയ ഈ അപകടത്തെ പറ്റി അറിയുകയും പല ആൾക്കാരും അദ്ദേഹത്തെ കാണാൻ വരികയും ചെയ്തു, സമാധാനിപ്പിക്കുകയും ചെയ്തു. എന്നാല് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, പ്രഭോ, ഈ നടന്നത് എന്തെങ്കിലും നല്ല കാര്യത്തിനായിരിക്കും. അത് ദൈവനിശ്ചയമായിരിക്കും. ഒരു നല്ല കാര്യം കാണാതെ ദൈവം ഇങ്ങനെ ചെയ്യില്ല എന്ന് സുഹൃത്ത് പറഞ്ഞു. എന്നാല് ഇത് കേട്ടപ്പോൾ രാജാവിന് വല്ലാത്ത ദേഷ്യം വന്നു. എനിക്കൊന്നാമത് എന്റെ വിരൽ നഷ്ടപ്പെട്ടു, ഇനി ഇതും കൂടി ഞാൻ കേൾക്കണോ? എന്റെ വേദന മനസ്സിലാക്കുന്നതിന് പകരം അവൻ ക്രൂരമായി പെരുമാറുകയാണ് എന്ന് അദ്ദേഹം ചിന്തിച്ചു. രാജാവ് ഉടനെ അദ്ദേഹത്തിന്റെ സുഹൃത്തിനെ ജയിലിലടയ്ക്കാൻ ആജ്ഞാപിച്ചു. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് രാജാവ് ഒറ്റയ്ക്ക് കാട്ടില് വേട്ടയാടാനായിട്ട് പോയി. ഇതേ സമയം കാട്ടിൽ ജീവിക്കുന്ന ചില മനുഷ്യര് രാജാവിനെ പിടികൂടുകയും നരബലി നടത്താൻ വേണ്ടി അദ്ദേഹത്തെ കെട്ടിയിടുകയും ചെയ്തു. രാജാവ് അതിനുള്ള ഏറ്റവും നല്ല ഒരാളാണെന്നും അതിൽ അവരുടെ ദൈവം പ്രസാദിക്കുമെന്നും അവർ കരുതി. ബലിക്കുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി രാജാവിനെ അവർ അവിടെ കൊണ്ടുപോയി നിർത്തി. അപ്പോഴാണ് അവരിൽ ഒരാള് വിളിച്ചു പറയുന്നത്, അയ്യോ, നമുക്ക് തെറ്റുപറ്റി, ഇയാളെ ബലി കൊടുക്കാൻ പറ്റില്ല. കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ മാത്രമേ ബലി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. രാജാവിന്റെ അടുത്ത് ഒരു വിരലില്ല എന്ന്. അങ്ങനെ അവർ രാജാവിനെ പറഞ്ഞു വിട്ടു. അപ്പോൾ രാജാവിന് അദ്ദേഹത്തിന്റെ സുഹൃത്ത് പറഞ്ഞത് ഓർമ്മ വന്നു. ചിലപ്പോഴൊക്കെ ദൈവം നമ്മളെ വലിയ പ്രശ്നങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ തരുമെന്നുള്ളത്. പക്ഷേ നമ്മളത് ഒരിക്കൽ പോലും ചിന്തിക്കാറില്ല. ഇങ്ങനെ ദൈവം നമ്മുടെ കൂടെയുണ്ട് അല്ലെങ്കിൽ നമ്മളെ സംരക്ഷിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ചില കാര്യങ്ങൾ പറയാം. അതിലൊന്നാമത്തേതാണ്, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികള് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങി പോകുന്നത്. നമ്മൾ സ്നേഹിച്ചിരുന്ന വ്യക്തിയോ നമ്മുടെ ഫ്രണ്ട്സോ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ബന്ധുക്കളോ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് അവർ നമ്മുടെ ജീവിതത്തിൽ നിന്നും പോയി. അവരുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എന്നാല് ആരെങ്കിലും ഇതുപോലെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികള് നമ്മുടെ ജീവിതത്തിൽ നിന്നും ഇങ്ങനെ പോകുമ്പോൾ ജനറലി നമുക്ക് സങ്കടമുണ്ടാകും. എന്നാൽ ഈ വ്യക്തികള് നമുക്ക് അത്രയും പ്രിയപ്പെട്ടവരാണെങ്കിലോ നമ്മൾ അത്രയും മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോകും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, മനുഷ്യരായ നമുക്ക് കാണാൻ പറ്റാത്ത പല കാര്യങ്ങളും ദൈവത്തിന് കാണാൻ സാധിക്കുമെന്നുള്ളത്. എപ്പോഴാണോ ഭഗവാന് ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തില് അവർക്കുണ്ടായിരുന്ന റോള് കഴിഞ്ഞു, അല്ലെങ്കിൽ ഇനി ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തില് ഉണ്ടായിരുന്ന ആള് കുറച്ചു നാള് കഴിയുമ്പോൾ നിങ്ങളെ വളരെ മോശമായ രീതിയിൽ വേദനിപ്പിക്കുമെന്ന് തോന്നുന്നത്, അപ്പോഴ് വളരെ മുൻപ് തന്നെ ഇതിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയും അവര് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പോവുകയും ചെയ്യും. ചിലപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അവരുടെ യഥാർത്ഥ മുഖം കാണാൻ സാധിക്കും, അല്ലെങ്കിൽ അവരായിട്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പോകും. എന്നാല് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ അതിന്റെ പോസിറ്റീവ് വശം നമ്മൾ കാണാൻ ശ്രമിക്കാതെ ദൈവത്തെ തന്നെ കുറ്റം പറയുകയും കൂടുതൽ മോശമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോവുകയും ചെയ്യും. പക്ഷെ കുറച്ചൊന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ദൈവത്തിൽ വിശ്വാസം വെക്കുക. നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ ഇങ്ങനെയാണ് വെക്കേണ്ടത്. അതായത് എന്റെ അടുത്ത് എന്ത് സംഭവിച്ചാലും അതില് എനിക്ക് 1% നല്ലതുണ്ടെങ്കിൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതാണ് എന്നാണ് വേണ്ടത്. ഇങ്ങനെയാണ് നിങ്ങൾ നിരന്തരം ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളിൽ വരുന്ന ബ്ലെസ്സിങ്സ്, അനുഗ്രഹങ്ങളും അതുപോലെ ആയിരിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും നല്ല കാര്യങ്ങളായിരിക്കും ദൈവം നിങ്ങൾക്കായി കരുതി വെച്ചിരിക്കുന്നത്.
അതുപോലെ ദൈവത്തിന് നമ്മളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും? നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മൾ കോൾ ചെയ്യും അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യും. പക്ഷെ ഇവിടെ അങ്ങനെ നടക്കുമോ? ഇല്ല, അല്ലേ? പക്ഷേ എങ്ങനെയെങ്കിലും ഒരു സന്ദേശം നിങ്ങൾക്ക് തരുകയും വേണം. അതിന് ചില വഴികളുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ ദൈവം നമ്മുടെ ഉള്ളിലാണ് എന്നുള്ളത്? അതെ, നമ്മുടെ ഉള്ളിലോട്ട് നോക്കുക. അവിടെ നമ്മുടെ ചോദ്യങ്ങളുടെ ഉത്തരവും കാണും. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാല് എന്താണ്? നമ്മുടെ ഉള്ളില്, നമ്മുടെ മനസ്സിന്റെ ഉള്ളില് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അവിടെ നിന്ന് തന്നെയാണ് നമ്മുടെ ഈ ഒരു ഗട്ട് ഫീലിംഗ് വരുന്നത്, അല്ലെങ്കിൽ ഇൻറ്റ്യൂഷൻ വരുന്നത്. ഗട്ട് ഫീലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ശബ്ദമാണ്. അതായത് ശരിക്കും അത് ദൈവത്തിന്റെ ശബ്ദം തന്നെയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇതിനുള്ള ഉദാഹരണം നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. നമ്മുടെ അടുത്ത് എന്തെങ്കിലും മോശം കാര്യം സംഭവിക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്നും ആരോ എന്തോ പറയുന്നത് പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? അതുപോലെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നടക്കുന്നതിന് മുൻപും ഇതുപോലെ തോന്നിയിട്ടില്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും വ്യക്തിയോ സാഹചര്യത്തെ കുറിച്ചോ നിങ്ങൾക്ക് ഗട്ട് ഫീലിംഗ് സ്ട്രോങ് ആയിട്ട് വരാറില്ലേ? അങ്ങനെ വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ കാര്യം ഈ വ്യക്തിയെ കുറിച്ചോ അല്ലെങ്കിൽ ഈ സാഹചര്യത്തിനെ കുറിച്ചിട്ടോ വരുന്നുണ്ടെങ്കിൽ, അത് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും, നിങ്ങൾക്ക് എത്ര അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യമാണെങ്കിലും, അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത കാര്യമാണെങ്കിലും അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. അതിനെ ഇഗ്നോർ ചെയ്യരുത്. കാരണം അത് ദൈവത്തിൽ നിന്നുമുള്ള ഒരു സന്ദേശം തന്നെയാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, വീണ്ടും വീണ്ടും ഒരേ പ്രോബ്ലം സംഭവിച്ചുകൊണ്ടിരിക്കുക. സാഹചര്യങ്ങൾ ചിലപ്പോൾ വ്യത്യാസമായിരിക്കാം. തുടരെ തുടരെ നിങ്ങൾ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ചെന്നുപെടുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ തുടർച്ചയായിട്ട് ഫെയിലായി പോകുന്നത്. ഇവിടെ ദൈവം നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത് കൂടുതൽ വിശ്വാസം വെക്കാനാണ്. ദൈവവുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് പറ്റുന്ന അത്രയും മെഡിറ്റേറ്റ് ചെയ്യുക. അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടുകിട്ടും. നിങ്ങളുടെ അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള, മോശമായിട്ടുള്ള ഹാബിറ്റ്സിൽ മാറ്റം വരുത്തുക. അവസാനം നിങ്ങൾ ദൈവത്തിന് മുൻപിൽ നിങ്ങളെ തന്നെ സറണ്ടർ ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊന്നാണ്, ഒരു കാര്യവുമില്ലാതെ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ ഒരുമിച്ച് പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. എന്ത് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല, ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ജീവിതത്തിൽ സ്റ്റക്ക് ആയതുപോലെ ഒരു ഫീലിംഗ് വരിക, എല്ലാത്തിലും തടസ്സം ഉണ്ടാവുക, ജീവിതത്തിൽ ഒരു വളർച്ച ഉണ്ടാകുന്നില്ല. നിങ്ങളിൽ നിന്നും ഒരു തെറ്റുപറ്റി എന്നുള്ള കാര്യം ദൈവം നിങ്ങളെ അറിയിക്കാൻ ശ്രമിക്കുന്ന ഒരു വഴിയാകാം ഇത്. ആ തെറ്റ് ഭഗവാന് ഇഷ്ടപ്പെട്ടില്ല. ചിലപ്പോൾ നിങ്ങൾ ആരെയെങ്കിലും വേദനിപ്പിച്ചതാകാം, അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തോട് എന്തെങ്കിലും പ്രോമിസ് ചെയ്ത കാര്യം ചെയ്യാത്തതാകാം. ചിലപ്പോൾ മാതാപിതാക്കളെ ബഹുമാനിക്കാതെ ഇരുന്നിട്ടുണ്ടാകാം, വേദനിപ്പിച്ചിട്ടുണ്ടാകാം. അത് എന്ത് വേണമെങ്കിലും ആകാം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരുമിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇവിടെ ദൈവം പറയുന്നത് നിങ്ങളുടെ പ്രവർത്തികൾക്കുള്ള പ്രതിഫലം വരുന്ന സമയമാണ് ഇത് എന്നാണ്. പക്ഷേ ടെൻഷൻ അടിക്കണ്ട, ഇതൊക്കെ ശരിയാകും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുപറ്റി പോയെങ്കിൽ അതിന് ക്ഷമ ചോദിക്കുക, നിങ്ങളില് മാറ്റം വരുത്തുക. അല്ല, ഇനി എന്തെങ്കിലും സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക. പക്ഷെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതായത് ഇന്ന് നിങ്ങൾ സോറി പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ പ്രോമിസ് ചെയ്ത കാര്യം നിറവേറ്റി, നാളെ തൊട്ട് എല്ലാം ശരിയായി അല്ലെങ്കിൽ ശരിയാകും എന്ന് ചിന്തിക്കരുത്. എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ ഒരു പ്രോസസ് ഉണ്ട്. നിങ്ങളിൽ സത്യസന്ധമായിട്ട് മാറ്റം വന്നു എന്ന് യൂണിവേഴ്സിന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് കുറ്റബോധം ഉണ്ടായി, അല്ലെങ്കിൽ മാനസാന്തരം ഉണ്ടായി എന്ന് യൂണിവേഴ്സിന് തോന്നുമ്പോൾ, ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പതിയെ പതിയെ ഇല്ലാതാകും. അതുപോലെ ഡിവൈൻ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കി തരുന്ന മറ്റൊരു സൈനാണ് പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണം എന്നുള്ള ഒരു മോട്ടിവേഷൻ തോന്നുന്നത്. അതായത് പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾക്ക് നിങ്ങളില് മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള ഒരു വല്ലാത്ത ഫീലിംഗ് ഉണ്ടാവുന്നത്, ഓൾഡ് പാറ്റേൺസിനെ ബ്രേക്ക് ചെയ്യണം എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകുന്നത്, നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്വയം മാറിയേ മതിയാകൂ എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഒരു തോന്നൽ ഉണ്ടാവുകയും ഒരു ദൃഢനിശ്ചയം വെക്കുകയും ഒക്കെ ചെയ്യുന്നത്. നിങ്ങളുടെ ദുശീലങ്ങൾ ഉപേക്ഷിക്കണം. ഇതൊക്കെ ഒരു റാൻഡം തോട്ടായിട്ട് നിങ്ങൾ കാണരുത്, മറിച്ച് ഇതൊരു ദൈവത്തിന്റെ ഇടപെടലാണ്.
നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം എന്ന് നിങ്ങൾ നീട്ടി നീട്ടി കൊണ്ടുപോകുന്ന കാര്യം എന്താണോ അത് നിങ്ങൾ ഇപ്പോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, അതായത് ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് യാതൊരു വിലയുമില്ല, അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ നിന്നിട്ടും നിങ്ങൾക്ക് അതിൽ നിന്നും പുറത്തു കടക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്നില്ല, പക്ഷേ ഫൈനലി നിങ്ങൾക്ക് അതിൽ നിന്നും പുറത്തു കടക്കാൻ തോന്നുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഡിക്ഷനോ ദുശീലമോ ഉണ്ട്, അത് നിങ്ങൾ ഒടുവിൽ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുക. നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെയുള്ള ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നിർത്തരുത്. ദൈവത്തിന്റെ കരം നിങ്ങളുടെ തലയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിന് നിങ്ങൾ ഈ 3 കാര്യങ്ങൾ ചെയ്താൽ മതി. ആദ്യത്തേത് ആ ഒരു സ്റ്റെപ്പ് എടുക്കുക. രണ്ടാമത്തേത് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക, അതായത് നന്ദിയുള്ളവരായിരിക്കുക. പിന്നെ ദൈവത്തിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക, ട്രസ്റ്റ് മീ. ഒടുവില് നിങ്ങളിൽ തന്നെ പ്രൗഡായിട്ടുള്ള ഒരു ഫീല്, നിങ്ങളെ കുറിച്ച് നിങ്ങൾ പ്രൗഡായിട്ട് ചിന്തിക്കുന്നത് അങ്ങനെ ഒരു ദിവസം വരും. ഞാൻ ഈ പറഞ്ഞ സയൻസിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സൈനിൽ കൂടി കടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക താങ്ക് യു യൂണിവേഴ്സ് എന്ന്. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.